നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടുത്തെ രീതിയിൽ നമുക്കൊരു വെള്ളക്കടല എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ കടല ആദ്യമാണെങ്കിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 കിലോ കടല അതിനകത്തോട്ട് ഞാൻ ഈ കറുത്ത ഏലക്ക വലുത് അതേല ഒരെണ്ണം പൊട്ടിച്ച് അതിട്ടിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരു തണ്ട് ഈ ചീനി, ഈ ലാൽ ചീനി എന്നാണ് ഇവിടെ പറയുന്നത്, അതേല ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത് വേവിച്ചിവിടെ മഞ്ഞളും ഇതും കൂടി ഇട്ടിട്ട് ഞാൻ വേവിച്ചിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ചേർക്കുന്നതെന്ന് കാണിക്കും. അപ്പം ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളിയും കൂടെ 2 പച്ചമുളകും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് ഞാനിവിടെ ആദ്യം എണ്ണ ഒഴിച്ചു, അതിനകത്ത് പെരിഞ്ചീരകം ഇട്ട് മൂപ്പിച്ച്, എന്നിട്ട് ബാക്കിയെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വെച്ചേക്കുക. ഇനി ഇതിൽ ചേർക്കേണ്ടത് ഞാൻ പറയും. അപ്പം നമ്മൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. ആ മഞ്ഞൾപ്പൊടി ഒന്ന് നല്ലോണം മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി ഇടാം. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂക്കുമ്പോഴേ അപ്പം നമ്മളിതിന് ഇച്ചിരി മുളക് പൊടിയേ ചേർക്കത്തുള്ളൂ. 4 പച്ചമുളക് നമ്മൾ ചേർത്തെന്ന് പറഞ്ഞില്ലേ. അപ്പം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടും, ഇച്ചിരി ഏറെ കുരുമുളക് പൊടി ഇടും. അപ്പം നമ്മളിച്ചിരി ഏറെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തോട്ട് ഇനിയും വേണ്ടിയത് നമ്മളെ തക്കാളിക്ക നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പേസ്റ്റാക്കി തക്കാളിക്ക വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിക്കും. അപ്പം നമ്മുടെ തക്കാളിക്ക പേസ്റ്റ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഇത്രയും തൈര് എടുത്തൊഴിച്ചിട്ടുണ്ട്. അത് കൊഴുപ്പിന് വേണ്ടിയാണ്. അപ്പം അതും നമുക്ക് അങ്ങോട്ടൊന്ന് ഒഴിക്കും. എന്നിട്ടിത് തീ കുറച്ച് വേണം, എന്നിട്ട് നമുക്കത് വേവണ്ടേ. അത് ഒത്തിരി തീ ഇതിലിട്ട് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ പിരിയും. അത് കാരണം നമുക്ക് കുറച്ച് തീ മതി. നമ്മുടെ അതൊന്ന് ഗ്രേവി ഒന്ന് ആവട്ടെ. അപ്പം നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇച്ചിരി നമ്മൾ ആ മിക്സിയുടെ ജാറിനകത്ത് തന്നെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചതിന്. അപ്പം നമ്മുടെ ഗ്രേവി എല്ലാം നല്ലതായിട്ട് നമ്മളിച്ചിരി തീ കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച വെള്ളക്കടലയും പിന്നെ ഇതും കൂടി ഇട്ട് വേവിച്ച് വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കോരി ഒഴിക്കാം. ആദ്യം ഇതൊന്ന് തിളയ്ക്കണം. ഈ വെള്ളം ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഇത് കോരി അങ്ങോട്ട് ഒഴിക്കാം. ഇതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ട്, വേണമെങ്കിൽ മാത്രം ചേർക്കുക. നമ്മൾ കടലയെല്ലാം നേരെ വേവിച്ച് വെച്ചതാണ് ഇത്. അപ്പം നമ്മൾ ഉപ്പും ചേർത്ത് നമുക്ക് ഈ കടലയൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി വെക്കാം. ഈ കടല ഇവിടെ ഇരുന്നൊന്നിങ്ങനെ ഒന്ന് തിളയ്ക്കണം. നമുക്കൊരടപ്പെടുത്തൊന്ന് അടയ്ക്കും, ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പം നമുക്ക് നമ്മുടെ കടലയൊന്ന് തുറന്ന് നോക്കാം. കടല നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു തവിയിട്ടൊന്ന് ഇളക്കാം. അപ്പം നമ്മുടെ വെള്ളക്കടല അങ്ങനെയല്ല, നല്ല കൊഴുത്ത. അപ്പം ഇതിനകത്ത് ലാസ്റ്റ് നമുക്കൊരു ശകലം ഈ മല്ലിയിലയും കൂടെ ചേർക്കാം. നമുക്കൊരു ശകലം ഉപ്പുണ്ടോയെന്ന് ഇതിനൊന്ന് നോക്കാം.
അപ്പം നമ്മുടെ വെള്ളക്കടല നല്ല എല്ലാവരും വെന്ത് നമ്മളെ കടല ഇങ്ങനെ തിളക്കി വെക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് കടല വെച്ച് നോക്കിയാൽ നല്ല അടിപൊളി കടലയാണ്. അപ്പോൾ എനിക്ക് കടല വെച്ച് കണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് കടല വെച്ച് നോക്കിയാൽ നല്ലതായിട്ടിരിക്കും. ഞങ്ങളിവിടെ ഈ നോർത്ത് ഇന്ത്യനൊക്കെ ഇങ്ങനെയാണ് കടല വെക്കുന്നത്. അവർ ചെയ്ത് എന്നോട് പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്തത്. നല്ല ഇതായിരിക്കും. നിങ്ങളൊന്നിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.